ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തിരുവനന്തപുരം KICMA കോളേജിലെ ഹോസ്റ്റലിലെ വെള്ളത്തിൽ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഡയറക്ടർക്കുൾപ്പെടെ വിദ്യാർത്ഥികൾ പരാതി നൽകി. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്നാണ് കോളേജ് അധികൃതർ പറയുന്നത്. ഹോസ്റ്റലിന് ഒരാഴ്ചത്തെ അവധി നൽകി. സുനിഷ അയ്യലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ പറയും. റോഷ്നി, കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ KICMAയിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് അവരുടെ ഹോസ്റ്റലിലെ കുടിവെള്ളമാകട്ടെ, ഇനി മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളമാകട്ടെ, ഇതിലെല്ലാം തന്നെ ഇതൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിലാണ് എന്നുള്ളതാണ്. അത് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈക്കോളി സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. റിസർവോയറിൽ നിന്നും നേരിട്ട് ഈ ടാങ്കിലേക്ക് എത്തിക്കുന്ന വെള്ളമാണ് എന്നതാണ് പറഞ്ഞത്. പക്ഷെ കൃത്യമായ ഫിൽട്ടറിംഗ് ഒന്നും തന്നെ വെള്ളത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പ്രധാനമായും പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഇവർ ഈ വെള്ളമൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ പിന്നീടാണ് പല കുട്ടികൾക്കും ഓരോ തരത്തിലുള്ള രോഗം ബാധിച്ചത്. പിന്നാലെ ആശുപത്രിയിലേക്ക് പോകുന്നു. പക്ഷേ ഒരു ഹോസ്റ്റലിലെ ഭൂരിഭാഗം കുട്ടികൾക്കും വയ്യാതായതോടെയാണ് ഇതെന്താണ് എന്ന കാരണം തേടുന്നത്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് വലിയ തരത്തിൽ മാലിന്യങ്ങൾ, ഒരുപക്ഷെ കുട്ടികളോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ വെള്ളത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് കൂത്താടികളുണ്ട്. വെള്ളത്തിൽ മത്സ്യത്തിന്റെ ചില ഭാഗങ്ങൾ വെള്ളത്തിൽ നിന്നും കിട്ടി, പൊടിപടലങ്ങൾ കിട്ടി, മുടി കിട്ടി. അത്തരത്തിൽ വളരെ വൃത്തിഹീനമായ രീതിയിലാണ് ഈ വെള്ളം എത്തുന്നത് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാൻ കഴിയാത്തൊരു സ്ഥിതിയായി. പിന്നീട് ഈ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധികൃതരുമായി ബന്ധപ്പെട്ടു. അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഹോസ്റ്റലിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് അവധി നൽകാം, മാറി നിൽക്കൂ, ശേഷം ഇത് റെഡിയാക്കാം എന്നുള്ളതാണ്. നമ്മൾ ഡയറക്ടറെ ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവർ പറയുന്നത് കൃത്യമായ ഫിൽട്ടറിംഗ് സംവിധാനമുണ്ട്. എന്താണ് കാരണമെന്ന് അറിയില്ല, പക്ഷെ പൂർണ്ണമായും അത് പരിഹരിക്കാം എന്നുള്ളതാണ് ഈ അധികൃതർ പറയുന്നത്. പക്ഷേ കുട്ടികളോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നേരത്തെയും ഇതേ തരത്തിലുള്ള പ്രശ്നമുണ്ടായിരുന്നു. വലിയ രീതിയിൽ കുട്ടികൾക്ക് ചൊറിയലും ഛർദിലും ഒക്കെ വന്നതിന് ശേഷമാണ് വീണ്ടും ഈ പരാതി നൽകിയത്. ആ ശേഷം അന്ന് പരാതി കൊടുത്തപ്പോൾ തന്നെ നടപടി എടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല, ഒരു തരത്തിലുള്ള ഒരു മാറ്റവും ഉണ്ടായില്ല എന്നുള്ളതാണ്. വീണ്ടും ഇതേ രീതി ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. കൃത്യമായി വെള്ളം ഉപയോഗിച്ചപ്പോൾ തന്നെ കുട്ടികൾക്ക് അതിൽ എത്രത്തോളം മാലിന്യമുണ്ട്, ഈ കൂത്താടികൾ അടക്കം ഈ വെള്ളത്തിൽ പ്രത്യക്ഷമായി തന്നെ കാണാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ പറയുന്നത് അവരുടെ ടാങ്കിലേക്ക്, ഈ വെള്ളം അടിക്കുന്ന ഈ ടാങ്കിലേക്ക് നോക്കിയാൽ പോലും ഒരു മണ്ണിന്റെ ചളി അട്ടിയായി നിൽക്കുന്നത് തന്നെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അത്തരത്തിൽ ഒട്ടും വൃത്തിയില്ലാത്ത തരത്തിലാണ് ഈ ഹോസ്റ്റലിലെ വെള്ളം എന്നുള്ളതാണ്. അടിയന്തരമായ പരിഹാരമില്ല എങ്കിൽ അവിടെ നിൽക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് കുട്ടികൾ പറയുന്നത്. ദൂരെ നിന്ന് വരുന്ന കുട്ടികൾ അടക്കമുണ്ട്. പക്ഷേ അവരെല്ലാം തന്നെ ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്നും മാറി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരാഴ്ചത്തെ അവധി നൽകിയിട്ടുണ്ട്. ഈ അവധിക്കുള്ളിലെങ്കിലും കൃത്യമായി ഇത് ഉപയോഗിക്കാൻ ആകുന്ന തരത്തിൽ വെള്ളം മാറ്റണം എന്നുള്ളതാണ്. പരിശോധനയിൽ, ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് ഈക്കോളി സാന്നിധ്യം അടക്കം കണ്ടെത്തിയത്. അതുകൊണ്ട് കുട്ടികൾക്ക് ഒരാവശ്യത്തിന് പോലും വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. റോഷ്നി, അതാണ് സുനിഷ പറഞ്ഞതുപോലെ തിരുവനന്തപുരം KICMA കോളേജിലെ ഹോസ്റ്റലിലെ വെള്ളത്തിലാണ് ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഒരാഴ്ച അവധി നൽകിയിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനെ തുടർന്ന് ഡയറക്ടർക്കുൾപ്പെടെ വിദ്യാർത്ഥികൾ പരാതിയും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രശ്നത്തിന് ഉടൻ ഒരു പരിഹാരം കാണണമെന്ന് വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്. കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുന്നുണ്ട്. ഹോസ്റ്റലിന് എന്തായാലും ഒരാഴ്ചത്തെ അവധി നൽകിയിട്ടുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് കേട്ടത്.